നിഷാദ് കലിങ്ങൽ, നമ്മളിപ്പോ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു, കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF, ഇതാണല്ലോ പതിവ് പല്ലവി. സാധാരണ അങ്ങനെയാണ്. കഴിഞ്ഞ 10 വർഷം മാത്രം നമുക്ക് കേരളത്തില് ഇപ്പോ ഇടതുപക്ഷം ഭരണത്തിൽ വരികയാണെങ്കിൽ പിണറായി സർക്കാരിന്റെ 3ാം ഭരണം, നമ്മള് UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കളുടെ അഭിപ്രായത്തില്? മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് അവർ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ അവരൊക്കെ തന്നെയാണ്. പക്ഷെ മുതിർന്ന നേതാക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്തായാലും. പിന്നെ കോൺഗ്രസിന്റെ ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു വ്യക്തി, അല്ല UDF ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിലെ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അതിന് ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഘടകകക്ഷി ആയതുകൊണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരാൾ എന്നുള്ള ലെവലിൽ UDF നോക്കി കാണുമ്പോൾ UDF എന്ന് പറയുന്ന സംവിധാനത്തെ വെച്ച് നമ്മൾ കോൺഗ്രസ് നോക്കി കാണുമ്പോൾ ആരായിരിക്കണം? VD സതീശനായിരിക്കണോ? KC വേണുഗോപാലാണോ? അതല്ലെങ്കിൽ നമ്മള് രമേശ് ചെന്നിത്തലയാണോ? രമേശ് ചെന്നിത്തലക്ക് കൊടുക്കണം എന്നാണ് എന്റെ ഒരു പക്ഷം. എന്താ വെച്ചാല് മുതിർന്ന ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ മുതിർന്ന നേതാക്കൾക്ക് അതിനുള്ള അവസരം കൊടുക്കുക, മറ്റുള്ളവർക്ക് അവസരങ്ങൾ സ്വാഭാവികമായിട്ട് വരുമല്ലോ. ഓക്കെ, ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല ഒരു കാലത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ഭരണം തിരിച്ചുപിടിക്കാന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അത് പ്രതിപക്ഷ നേതാവ് വിചാരിച്ച് മാത്രം അല്ല, പിന്നീട് വന്ന VD സതീശൻ അദ്ദേഹം ഭരണം തിരിച്ചു പിടിക്കും എങ്കിൽ അദ്ദേഹത്തിനല്ലേ രമേശ് ചെന്നിത്തലക്കാളും കൂടുതൽ യോഗ്യൻ? അതല്ല. അത് എന്താ വെച്ചാല് 10 വർഷം ഇടതുപക്ഷം ഭരിച്ചതിന്റെ ഒരു ഇതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി തുടർഭരണം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നുള്ള ലെവലിൽ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ആളുകൾ മാറി ചിന്തിച്ചിട്ട് ചിലപ്പോൾ അടുത്ത 5 വർഷം താങ്കൾ പറയുന്നത് UDF ഭരണത്തിൽ വരികയാണെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിന് മാത്രം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ മാത്രം കഴിവില്ല. പ്രതിപക്ഷ നേതാവിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ എന്ത് കഴിവാണ് പ്രതിപക്ഷ നേതാവിന് ഇത്ര കൂടുതലുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ കണ്ട പ്രതിപക്ഷ നേതാവില് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് VS അച്യുതാനന്ദൻ. അത്തരത്തിലൊക്കെ പ്രതിപക്ഷ നേതാവിന് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല ഒരുപാട് ഹാർഷായിട്ട് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ VD സതീശനാണെങ്കിൽ ഒരു ഹാർഷായിട്ട് ഉള്ള രീതിയിലും ഒന്ന് എടുത്തു പിടിച്ച് വലിയൊരു സംഭവമായിട്ടുള്ള സംസാരത്തിലാണ്. പക്ഷെ അത് മോശമാണെന്നല്ല പറയുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയെക്കാളും കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഒരു കർക്കശക്കാരനാണ് VD സതീശൻ. ഓവർ കർക്കശക്കാരനൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഹാർഷായിട്ടുള്ള രീതിയിലാണ് സംസാരം നമ്മുടെ രമേശ് ചെന്നിത്തലയും VD സതീശനും കൂടി നോക്കുമ്പോൾ. പക്ഷെ സർക്കാരിനെ താഴെ ഇടാനുള്ള രീതിയിലുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും VD സതീശന്റെ അടുത്ത് ഇല്ല എന്നാണ്. VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ എങ്ങനെയായിരിക്കും? VD സതീശൻ മുഖ്യമന്ത്രി ആയാലും എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് VD സതീശൻ മുഖ്യമന്ത്രി ആവട്ടെ ആദ്യം. ആയിട്ട് കഴിവ് തെളിയിക്കണ്ടേ? ആവാത്ത ഒരാളെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും. പക്ഷെ അത് മുഖ്യമന്ത്രി ആവാനുള്ളൊരു പവർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ തക്കത്ത ഒരാള് അല്ലാത്തതുകൊണ്ട് തന്നെ അത് കഴിവ് നമുക്ക് കണ്ട് തെളിയിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോ UDF ഭരണം കിട്ടുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ, റിസൾട്ട് വരുന്നതിന്റെ മുമ്പേ തന്നെ തമ്മിൽ തല്ലാണ് സത്യത്തില്. 3 ആളാണ് നമ്മള് വാർത്തകൾ കാണുന്നതാണ്. അത് എത്രത്തോളം സത്യമാണ്? കേരളത്തില് 3 ആളുകളാണ് ഇപ്പൊ UDF ഭരണത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആവാനുള്ളത്. KC, അതുപോലെ രമേശ് ചെന്നിത്തല, VD സതീശന്. സത്യത്തിൽ ഇതൊക്കെ UDF വോട്ട് ചെയ്ത വോട്ടർമാരെ അപഹസിക്കണിന് തുല്യമല്ലേ? അതെന്താ വെച്ചാല് ഏതൊരാളും ഒരു രാഷ്ട്രീയത്തില് വരുമ്പോ അവര് എന്തിനാണ് വരുന്നുള്ള അവർക്കും ഉണ്ടാവില്ല ഒരു ബോധ്യം. ആരുടെ ഒരു ലക്ഷ്യം തന്നെയാണ് ഒരു മുഖ്യമന്ത്രി ആവുക, കേരള സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ആവാന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു അവസരം കിട്ടുമ്പോൾ അത് നേടുക എന്നുള്ളതാണ്. പക്ഷെ അതിലുപരി അവരൊരു പാർട്ടി തീരുമാനിക്കും ആര് ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷെ ഈ ജനങ്ങളെ ഒരു കാഴ്ചപ്പാടുകളും വാർത്തകളും കൊടുക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത്. അടിപൊളി ഉണ്ടെന്നുള്ളതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഓരോ ആളുകൾക്ക്, ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഒക്കെ ആ പാർട്ടിയിലുണ്ടെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ശ്രമം നടത്തും. എന്തായാലും അത് സ്വാഭാവികമല്ലേ?